ടമ്മി ടക്ക് എന്ന് പറഞ്ഞാൽ അതിൽ ഈ പ്രസവശേഷം വരുന്ന ചിലർക്ക് വയറ് ഉന്തി തന്നെ നിൽക്കും, ഒതുങ്ങാതെ. അത് ഈ വരുന്നതെന്ന് വെച്ചാൽ മാംസപേശിയുടെ ബലക്കുറവ് കാരണം വരുന്നതാണ്. മസിൽസ് കുറച്ച് മാറി നിൽക്കും, ഡയാസ്റ്റേസിസ് എന്ന് പറയും. ആ മസിൽസ് ഇങ്ങനെ മാറി നിൽക്കുന്ന കാരണം എപ്പോഴും വയറ് ചാടി തന്നെ നിൽക്കും. അതുകൂടാതെ കുറച്ച് ലൂസ് സ്കിന്നും ഉണ്ടാവും, കുറച്ച് അല്പം എക്സസ് ഫാറ്റും ഉണ്ടാവും. അപ്പോൾ ഇത് 3 കാര്യങ്ങളും കൂടെ ഒന്നിച്ച് ചെയ്യുന്നൊരു പ്രൊസീജിയറാണ് ടമ്മി ടക്ക്. അതിൻ്റെ ഇപ്പോൾ ഡിമാൻഡ് കൂടി വരികയാണ്. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പണ്ടത്തെ രീതിയിലുള്ള വേഷവിധാനത്തിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ സാരി ഉടുക്കുന്ന ആൾക്കാർ കുറവാണ്, ഇപ്പോൾ കൂടുതലും ചുരിദാർ ആയിരിക്കാം, അല്ലെങ്കിൽ വെസ്റ്റേൺ വെയർ ആയിരിക്കാം. അപ്പോൾ അത് നമുക്ക് വയറ്, എസ്പെഷ്യലി സ്ത്രീകൾക്ക് വയറ് ചാടി നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് എടുത്ത് കാണും, ആൾക്കാർ ശ്രദ്ധിക്കും. വർക്ക് സ്പേസിലാണെങ്കിൽ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ചോദിക്കും. ഇത് ഒരിക്കൽ എൻ്റെ അടുത്ത് ഒരു പേഷ്യൻ്റ് വന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. അവർ UK ഇവിടെ ഏതൊരു വെസ്റ്റേൺ സിറ്റിയിൽ വർക്ക് ചെയ്യുകയാണ്. അവിടെ കൂടുതലും പബ്ലിക് ട്രാൻസ്പോർട്ടാണ്, ട്രെയിനും ട്രാമും മെട്രോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഇവരെവിടെ കയറി കഴിഞ്ഞാലും അപ്പോൾ ആൾക്കാർ എണീറ്റ് സീറ്റ് കൊടുക്കും. ഇവർ കുട്ടികളൊക്കെ വലുതായി, പക്ഷെ ഇപ്പോഴും വയറിങ്ങനെ നിൽക്കുന്ന കാരണം ഇവർക്കിത് മടുത്തു. നാട്ടിൽ വരുമ്പോഴാണെങ്കിൽ ആൾക്കാർ ചോദിക്കും, പിന്നെ പ്രഗ്നൻ്റ് ആയ കൺഗ്രാലേഷൻസ്, എന്നാ ഡ്യൂ ഡേറ്റ്, അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ അവർക്ക് മടുത്തു. അവർ എനിക്ക് ഈ ആൾക്കാർ സീറ്റ് തരാനും അത് കൺഗ്രാലേഷൻസും കേട്ട് മടുത്ത് എനിക്ക് നോർമൽ ആവണം. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ വേറെ പലരുടെ ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ വയറുള്ള കാരണം നല്ല ടൈറ്റ് ഫിറ്റിംഗ് ക്ലോത്ത്സ് ഇടാൻ പറ്റില്ല. ഇത് മറയ്ക്കാനായിട്ട് ലൂസ് ആയിട്ടുള്ള ഡ്രസ്സ് എപ്പോഴും ഇടണം. അപ്പോൾ അതിനുവേണ്ടി ടമ്മി ടക്ക് ചെയ്ത് വയറ് ഈ മസിൽസ് ടൈറ്റാക്കി, ലൂസ് സ്കിന്നൊക്കെ ടൈറ്റാക്കി നമ്മൾ നോർമൽ ആക്കി കഴിഞ്ഞാൽ ദെൻ അവർക്ക് ആ ഒരു നോർമൽ ജീവിതം നയിക്കാൻ പറ്റും.